Hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ബോസ് ഗ്യാസ് ആണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഐഡിയൽ ബോസ് ഗ്യാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. പിന്നീട് നമ്മൾ തെർമോഡൈനാമിക്സ് അതിൻ്റെ ഇന്റേണൽ എനർജി, അതുപോലെ തന്നെ എന്താ പറയുക, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, സ്പെസിഫിക് ഹീറ്റ് തുടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്തു. ഓക്കെ, നൗ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐഡിയൽ ബോസ് ഗ്യാസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. ഓക്കെ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ആക്ച്വലി നമ്മൾ ഈ ടോപ്പിക്സിന്റെ ഇടയിൽ 1-2 തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗ്രൗണ്ട് ലെവലിൽ കൂടുന്ന അവസ്ഥയായിരുന്നു ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 2-3 കേസുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നിരുന്നു, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ വന്നിരുന്നു. സോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ മെയിൻലി നമ്മൾ 2 ഇക്വേഷൻസ് ആണ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഒരു P/kT ഇക്വേഷൻ, P/kT is equal to 1/λ³ into G5/2 of Z. ഓക്കെ, ഇതായിരുന്നു ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വേറെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് n-n0/V is equal to G3/2 of Z divided by λ³. ഓക്കെ, ഈ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തത്. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ എൻ്റെ തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്യുന്നത്. P പ്രഷർ, K കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D ബ്രോഗ്ലി തെർമൽ വേവ് ലെങ്ത് ആണ്. λ is equal to h/√2πmkt ആണ് ലാംഡയുടെ വാല്യൂ വരുന്നത്. G5/2 of Z, G3/2 of Z ഒക്കെ എന്താണോ അതൊക്കെ ഐൻസ്റ്റൈൻ കോഷ്യൻസ് ആയിരുന്നു. അവിടെ G mu of Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z plus Z²/2 plus Z³/3 plus അങ്ങനെ എക്സെട്ര അങ്ങനെയായിരുന്നു വരുന്നത് ഐൻസ്റ്റൈൻ ഫംഗ്ഷൻസിന്റെ എക്സ്പാൻഷൻ വരുന്നത്. ഇവിടെ n പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഈ എനർജി 0 ആകുമ്പോഴുള്ള ലെവലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് n0. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ G3/2 of Z, ഓക്കെ, ഈ G3/2 of Z ന്റെ എക്സ്പാൻഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ Z plus Z²/2 plus Z³ divided by 3/2 plus etc. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, G3/2 of Z, ഈ ടേമിലുള്ള G3/2 of Z ന്റെ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, നൗ Z പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഗാസിറ്റി ആണ്. Z വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z is less than or equal to 1. ഓക്കെ, Z ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, less than or equal to 1. അതിന് വരാവുന്ന മാക്സിമം വാല്യൂ 1 ആണ്. മിനിമം വാല്യൂ 0 to 1 ന്റെ ഇടയിലാണ് എപ്പോഴും തരിക Z ന്റെ വാല്യൂ വരിക. ഓക്കെ, നൗ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ മാക്സിമം വാല്യൂ, നമ്മൾ മാക്സിമം വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് Z ന് 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് G3/2 of Z ന്റെ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. ഓക്കെ, അതിന്റെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 1 plus 1/2 plus 1³ plus etc. ഈ രീതിയിൽ എന്ത് കിട്ടും, നമുക്ക് കിട്ടും. ഓൺ സോൾവിങ് ദിസ്, ഇതിന്റെ നമ്മൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിന് നമ്മൾ സമ്മ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദിസ് വിൽ ബി ഈസ് ഈക്വൽ ടു 2.612 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് G3/2 of Z. G3/2 of Z എന്ന് പറയുന്ന ടേമിന്റെ മാക്സിമം വാല്യൂ എന്താണ് വരുന്നത്, അത് 2.612 ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്, നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ്, അതിലിപ്പോൾ എല്ലാം കോൺസ്റ്റന്റ് ടേമുകളാണ് വരുന്നത്. ഇതിൽ G3/2 Z ആണ് വേരിയേഷൻ വരുന്ന ഒരു ഫാക്ടർ വരുന്നത്. പക്ഷെ അതിന് എന്തുണ്ട്, ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലിമിറ്റിംഗ് വാല്യൂ ഉണ്ട് അതിന്. ഓക്കെ, സോ ഈ ഇക്വേഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസിന് ഒരു ലിമിറ്റിംഗ് വാല്യൂ വരുന്നത് കൊണ്ട് തന്നെ ഇതിലെ ലെഫ്റ്റ് സൈഡിലുള്ള ടേമിന് എന്ത് വരും, ഒരു ലിമിറ്റിംഗ് ടേം വരേണ്ടതാണ് അല്ലെ. ഇപ്പൊ റൈറ്റ് സൈഡിലുള്ള G3/2 of Z ന് ഒരു ലിമിറ്റിംഗ് വാല്യൂ വരും, അതായത് മാക്സിമം വാല്യൂ 2.612 ആണെങ്കിൽ ഇതിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസിന് എന്തായിരിക്കണം, ഇറ്റ് വിൽ ഓൾസോ ഹാസ് എ ലിമിറ്റിംഗ് വാല്യൂ, ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് n-n0/V ഓൾസോ ഹാസ് എ ലിമിറ്റ്, അതിനും എന്ത് വരുന്നുണ്ട്, ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ആ ലിമിറ്റിംഗ് വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഗ്രൗണ്ട് ലെവലിലുള്ള പാർട്ടിക്കിൾസ് ആണ്. സോ n-n0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, n ടോട്ടൽ പാർട്ടിക്കിൾസ്, n0 പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിലുള്ള പാർട്ടിക്കിൾസ്. സോ n-n0 ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എക്സൈറ്റഡ് ലെവലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് കിട്ടുക അല്ലെ. ടോട്ടൽ മൈനസ് ഗ്രൗണ്ട് ലെവൽ മൈനസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ഗ്രൗണ്ടിൽ അല്ലാത്ത ബാക്കിയുള്ള പാർട്ടിക്കിൾസിന് എണ്ണാണല്ലോ കിട്ടുക. അതുപോലെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്കി എന്താണ് എക്സൈറ്റഡ് ലെവലാണ്, അത് നമ്മൾ NE എന്ന് ഓർത്തു. സോ n-n0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എക്സൈറ്റഡ് ലെവലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് കിട്ടുക. ദാറ്റ് ഈസ് ദാറ്റ് ഡിവൈഡഡ് ബൈ V. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ V. ഓക്കെ, നോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് G3/2 of Z ന്റെ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടി. സോ നമുക്ക് ഈ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n-n0 ഒക്കെ നമ്മൾ NE കൊടുത്തു. So NE by V is equal to G3/2 of Z divided by lambda cube. Okay, now G3/2 of Z ന്റെ maximum value നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, NE അവിടെ maximum value എടുക്കുകയാണെങ്കിൽ NE യും എന്ത് വരും, maximum value വരും. NE max divided by V will be is equal to എന്ത് വരും, G3/2 of Z അതിന്റെ maximum value divided by lambda cube. Okay, or NE max നമുക്ക് എന്ത് കിട്ടും, ഈ V നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ V by lambda cube into G3/2 of Z. Okay, G3/2 of Z max. Okay, so this is the maximum value of number of particles in the excited level. Excited level ഉണ്ടാവുന്ന total number of maximum number of particles ആണ് എന്ത് ഇപ്പൊ നമുക്ക് obtain ചെയ്തിട്ടുള്ള NE max വന്നു കഴിഞ്ഞാൽ. Okay, NE max വന്നു കഴിഞ്ഞാൽ the maximum number of particles that can occupy the excited state occupy ചെയ്യാൻ പറ്റാവുന്ന maximum number of particles. ഇതിൽ G3/2 of Z ന്റെ maximum value എന്തായിരുന്നു, 2.612 ആണ്. So actually ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ NE max will be is equal to V by lambda cube into ഇതെന്താണ് 2.612 ആണ്. ഓക്കെ, സോ ഇത്രയും മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് എക്സൈറ്റഡ് ലെവലിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെന്റ് കേസുകൾ കൺസിഡർ ചെയ്യണമെങ്കിൽ, അതായത് if number of particles n is less than NE, ഇപ്പൊ n ന്റെ വാല്യൂ n നേക്കാളും NE max നേക്കാളും ലെസ്, NE max. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് NE max നേക്കാളും ലെസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നം വരില്ല. അതായത് ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇപ്പൊ n ന്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക, NE max അതായത് എക്സൈറ്റഡ് ലെവലിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസിനാണ് 10 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 less than 10 ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. അതായത് എല്ലാ പാർട്ടിക്കിൾസ് എവിടെ ഇരുന്നോളും, എക്സൈറ്റഡ് ലെവലിൽ ഇരുന്നോളും. ഓക്കെ, എല്ലാ പാർട്ടിക്കിൾസ് എവിടെ ഇരുന്നോളും, എക്സൈറ്റഡ് ലെവലിൽ ഇരുന്നോളും. ഓക്കെ, പക്ഷേ what happens if n is greater than NE max? അതായത് എക്സൈറ്റഡ് ലെവലിൽ ഇരിക്കാൻ പറ്റാവുന്ന മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 10 ആണെന്ന് വിചാരിക്കാം. പക്ഷെ അവിടെ എന്തുണ്ട്, അവിടെ ഒരു 30 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 30 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരാണ്. ന്റെ വാല്യൂ, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ വാല്യൂ NE മാക്സിനെക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എന്ത് വരികയാണ്, അവിടെ പ്രശ്നം വരില്ല. ലെസ് ആണെങ്കിൽ പ്രശ്നമില്ല. n ലെസ് ദാൻ NE മാക്സ് ആണെങ്കിൽ എന്തില്ല, അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അങ്ങനെ എന്തായിരിക്കും, എല്ലാ പാർട്ടിക്കിൾസും എക്സൈറ്റഡ് ലെവലിൽ ഇരുന്നോളും. ഓക്കെ, all particles in excited. ഓക്കെ, പക്ഷേ n ന്റെ വാല്യൂ NE മാക്സിനെക്കാളും കൂടുതലാണെങ്കിൽ, അവിടെ എന്തായിരിക്കും, അവിടെ ഒരു പ്രശ്നം. കാരണം എക്സൈറ്റഡ് ലെവലിൽ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തായിരിക്കും, 10 ആയിരിക്കും. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്, 30 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ സംഭവിക്കും, ഇങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് n-NE max എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ദിസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് പുഷ്ഡ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇത്രയും പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് പുഷ്ഡ് ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ മാക്സിമം എക്സൈറ്റഡ് ലെവൽ 10 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 30 ആണെങ്കിൽ ബാക്കി 20 പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അത് ഗ്രൗണ്ട് ലെവലിലേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് ലെവലിലത്തെ ഒക്യുപ്പേഷൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു കൂട്ടം കൂടും, പെട്ടെന്ന് ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് Bose-Einstein condensation. Bose-Einstein condensation. ഇതിനെയാണ് നമ്മൾ വിളിക്കുക, Bose-Einstein condensation വിളിക്കുക. അതായത് Bose-Einstein condensation പറഞ്ഞു കഴിഞ്ഞാൽ if number of particles is greater than NE max, നേക്കാളും അതായത് എക്സൈറ്റഡ് ലെവലിൽ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെക്കാളും കൂടുതൽ പാർട്ടിക്കിൾസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n-NE max എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, n-NE max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is n0.
n0 ആണ്. അതായത് n മൈനസ് എൻ ഇ മാക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഇറ്റ് വിൽ ബി പുഷ്ഡ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. അത് എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, അത് പുഷ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ക്രമാതീതമായിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദിസ് ഫെനോമിന ഈസ് നോൺ ആസ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ വിളിക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്പോൾ n മൈനസ് എൻ ഇ മാക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഡംപ് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യും. ഈ ഫിനോമിനയാണ് നമ്മൾ എന്ന് വിളിക്കുക, നമ്മൾ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ n മൈനസ് എൻ ഇ മാക്സ് വന്നു കഴിഞ്ഞാൽ n0 ആണ്. സോ n0 വിൽ ബി ഈക്വൽ ടു n മൈനസ് എൻ ഇ മാക്സ്, n മൈനസ് എൻ ഇ മാക്സ് കൊടുക്കാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു n മൈനസ് എൻ ഇ മാക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, v ബൈ ലാംഡ ക്യൂബിന് g3/2 z ആണ്. സോ v by lambda cube into g3/2 of z ആണ്, z max. Okay, so which will be equal to n minus v by lambda cube g3/2 z ന്റെ maximum value പറയുന്നത് എത്രയാണ്, 2.612 ആണ്. ഓക്കെ, സോ ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും, ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും, ഗ്രൗണ്ട് ലെവലിലേക്ക് പുഷ് ചെയ്യും. എപ്പോ, if n is greater than n e max, if n is greater than n e max. അപ്പോൾ n ന്റെ വാല്യൂ n e max നെക്കാളും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്, ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n0 is equal to n minus v by lambda cube into 2.612 എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പുഷ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മുടെ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, നൗ ഈ ഒരു സിറ്റുവേഷനിലുള്ള ഫുഗാസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫുഗാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വലി എളുപ്പമാണ്. അതായത് നമുക്ക് ഒക്യുപ്പേഷൻ നമ്പർ അറിയാം. ഒക്യുപ്പേഷൻ നമ്പർ n ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, 1 ബൈ, ഇപ്പോൾ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ എക്സ്പോണൻഷ്യൽ റേസ് ടു ഇ മൈനസ് മ്യൂ എന്തായിരുന്നു, മ്യൂ മൈനസ് ഇ ബൈ കെ ടി ആണ് നമുക്ക് വരുന്നത്. പിന്നെ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ ആകുമ്പോൾ എന്ത് വരും, -1 വരുന്നത്. അതിനെ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, z റേസ് ടു -1 ഇ റേസ് ടു ബീറ്റ ഇ -1 ഇങ്ങനെ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, ഒക്യുപ്പേഷൻ നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് എന്ത് വരിക, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ ഒക്യുപ്പേഷൻ നമ്പർ. അതായത് ഇ റേസ് ടു ബീറ്റക്ക് 1/kT കൊടുക്കുക, z-ന് ഇ റേസ് ടു μ/kT കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇ മൈനസ് μ/kT കിട്ടും. അത് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഒക്യുപ്പേഷൻ നമ്പർ വരുന്നത്. ഓക്കെ, നൗ നമ്മൾ ഗ്രൗണ്ട് ലെവലിലുള്ള ഒക്യുപ്പേഷൻ നമ്പർ എന്തായിരിക്കും, n0 വിൽ ബി ഈക്വൽ ടു ഇക്ക് 0 കൊടുക്കുക. ഇക്ക് 0 കൊടുത്തു കഴിയുമ്പോൾ 1/z ഇൻവേഴ്സ് ഇ റേസ് ടു 0 -1 വരും. ഓക്കെ, എക്സ്പോണൻഷ്യൽ 0 1 ആണ്. സോ എന്ത് വരും, occupation number at ground level n0 will be equal to 1/z inverse -1 വരും. Okay, now occupation number at ground level പറഞ്ഞു കഴിഞ്ഞായിരിക്കും, it will be total number of particles in ground level ആയിരിക്കും, n0 ആയിരിക്കും. So n0 will be equal to z inverse -1 വരും. Okay, z inverse -1 വരും. So നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1/z inverse പറഞ്ഞു കഴിഞ്ഞാൽ 1/z ആണ്, -1. So cross multiply ചെയ്യുക, 1 minus z divided by z വരും. ആ z നമുക്ക് divided by z വരും. So it will be equal to z divided by 1 minus z വരും. Okay, so therefore n0 is equal to z divided by 1 minus z വരും. ഇതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, n0 into 1 minus z is equal to z കിട്ടും. So n0 minus n0 z is equal to z കിട്ടും. So n0 is equal to ഇതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ z plus n0 z കിട്ടും. അതിൽ നിന്ന് z പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 plus n0 കിട്ടും. Therefore fugacity z is equal to n0 divided by 1 plus n0. Okay, ഇതാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷനിൽ വരുന്ന എന്ത്, ഫുഗാസിറ്റി. z is equal to 1/1 plus n0 വരും, 1/1 plus n0 വരും. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫുഗാസിറ്റി. ഓക്കെ, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷനിലുള്ള ഫുഗാസിറ്റി ആണ് എന്ത് ചെയ്തത്, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, പക്ഷേ n0ന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും അല്ലെ. അപ്പോൾ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷനിൽ നമ്മൾ പറഞ്ഞു n മൈനസ് എൻ ഇ മാക്സ് പറയുന്ന വാല്യൂസ് ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്തത്. സോ n0ന്റെ വാല്യൂ വളരെ ഹൈ ആയിരിക്കും, n0 വിൽ ബി വെരി ഹൈ, n0ന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം,
സോ 1, സോ നമുക്ക് എഴുതാൻ പറ്റും. സോ 1 plus n0 will be approximately is equal to എന്തായിരിക്കും n0 തന്നെയായിരിക്കും. സോ z നമുക്ക് എഴുതാൻ പറ്റും. Z will be is equal to n0 by n0 വരും, which will be is equal to 1. Okay. So Bose-Einstein condensation consider ചെയ്യുകയാണെങ്കിൽ ഫുഗാസിറ്റിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എന്ത് വരും, will be approximately is equal to 1 വരും. Okay. സോ n0 ന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും വരും, കാരണം നമ്മൾ Nemaxനേക്കാളും കൂടുതൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരികയാണെങ്കിൽ ആ റിമൈനിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഗ്രൗണ്ട് ലെവലിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ n0 ന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെ n0 ന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്ത് വരും, 1 plus n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, n0 എന്നായിട്ട് മാറും. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n0 വരും. സോ ഫുഗാസിറ്റിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വരും 1 വരും. ഓക്കെ. ഇതാണ് Bose-Einstein കണ്ടൻസേഷനിൽ വരുന്നത്. ഓക്കെ. ഇവിടൊക്കെ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ this only happens if n is greater than Nemax. Nemaxനേക്കാളും കൂടുതലാകുമ്പോൾ മാത്രമാണ് ഈ കണ്ടീഷൻസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ. ആ പോയിന്റ് എന്ത് ചെയ്യണം, എപ്പോഴും ഓർമ്മ വേണം. ഓക്കെ. നോ എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ Bose-Einstein കണ്ടൻസേഷൻ നടക്കുക, എന്തൊക്കെയാണ് Bose-Einstein കണ്ടൻസേഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ Bose-Einstein കണ്ടൻസേഷൻ, Bose-Einstein കണ്ടൻസേഷൻസ് നടക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ കണ്ടീഷൻസ് ഫോർ Bose-Einstein കണ്ടൻസേഷൻ, conditions for Bose-Einstein condensation. ഓക്കെ. Bose-Einstein condensation ഉള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കണ്ടീഷൻ ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ആക്ച്വലി, അതായത് n ന്റെ വാല്യൂ n is greater than Nemax. ഓക്കെ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കണം, Nemaxനേക്കാളും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, അപ്പോൾ Bose-Einstein condensation നടക്കും. സോ ദാറ്റ് ഈസ് n is greater than Nemax പറഞ്ഞു കഴിഞ്ഞാൽ Nemaxന്റെ v by lambda cube into 2.612. ഓക്കെ. സോ n വാല്യൂ ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താ നടക്കുക, Bose-Einstein condensation നടക്കുക. സോ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, n greater than v by lambda എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ lambda is equal to h by root of 2 pi m kt ആണ്. സോ h ക്യൂബ് എന്ത് വരും, v by h ക്യൂബ്, പിന്നെ ഈ ടേം മുകളിലേക്ക് പോകും. സോ 2 pi m kt raised to 3 by 2 into 2.612. ഓക്കെ. സോ n-ന്റെ വാല്യൂ ഇതിനേക്കാളും കൂടുതലാണെങ്കിലാണ് എന്ത് നടക്കുക, n-ന്റെ വാല്യൂ ഇതിനേക്കാളും കൂടുതലാണെങ്കിലാണ് എന്ത് നടക്കുക, Bose-Einstein കണ്ടൻസേഷൻ നടക്കുക. ഓക്കെ. സോ ഇതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസിൽ Bose-Einstein കണ്ടൻസേഷൻ നടക്കാനുള്ള കണ്ടീഷൻ. ഓക്കെ. നൗ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ, നമ്മൾ എഴുതാന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എന്നും വിയും ഫിക്സഡ് ആണ്, എന്നും വിയും ഫിക്സഡ് ആണെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് Bose-Einstein കണ്ടൻസേഷൻ നടക്കുക എന്നുള്ളതിന് നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. ഇക്വേഷൻ എന്ത് ചെയ്യുക, ഈ ടിയുടെ ടേമിന് മാത്രം ഇവിടെ നിർത്തുക, ബാക്കിയൊക്കെ ഇപ്പുറത്ത് കിട്ടുക. അപ്പൊ എന്ത് കിട്ടും, അപ്പോ n h ക്യൂബ് ഡിവൈഡഡ് ബൈ v, പിന്നെ എന്ത് വരും, ഈ 2 pi m k റേഷ്യോ 3/2 താഴത്തേക്ക് വരും. സോ ഇൻറ്റു 1 by 2 pi m k റേസ് ടു 3/2 into 3/2, പിന്നെ ഒരു 2.612 ഇല്ലേ, into 2.612. ഈ ടീനെ മാത്രമേ ഇവിടെ നിർത്തിയത്. സോ ഇങ്ങനെ വരും, t raised to 3/2. ഓക്കെ. സോ ഈ കണ്ടീഷനിലാണ് എന്ത് നടക്കുക, Bose-Einstein കണ്ടൻസേഷൻ നടക്കുക ഫോർ എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഇതൊന്ന് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും t raised to 3/2 less than n by v into h cube divided by 2 pi m k raised to 3/2 into 1 by 2.612. ഓക്കെ. സോ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലാണ് എന്ത് നടക്കുക, Bose-Einstein കണ്ടൻസേഷൻ നടക്കുക. ആൻഡ് അല്ലെ, ഈ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെത്തുമ്പോൾ എന്ത് നടക്കുക, Bose-Einstein കണ്ടൻസേഷൻ നടക്കുക. സോ t is equal to എന്ത് വരും, സോ t will be is equal to t, ഇത് മൊത്തം ഹോൾ റേസ് ടു 1/2 കൊടുക്കാം. സോ ഹോൾ റേസ് ടു 2/3 കൊടുക്കാം. സോ എന്ത് കിട്ടും, ഹോൾ റേസ് ടു 2/3 കൊടുക്കുമ്പോൾ ഇവിടെ h സ്ക്വയർ വരും അല്ലേ. സോ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 pi m kt into n by v raised to 2/3 into 1 by 2.612. ഓക്കെ. സോ ഈ ഒരു ടെമ്പറേച്ചറിന് h സ്ക്വയർ ബൈ 2 pi m kt into n by v raised to 2/3 into 1 by 2 1.2.612
raised to 2/3. ഓക്കെ, ഈ ഒരു ടെമ്പറേച്ചർ, ഈ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ എത്തുമ്പോഴാണ് ആക്ച്വലി എന്ത് നടക്കുന്നത്, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കുന്നത്. ഓക്കെ, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കുന്നത്. ആൻഡ് ദിസ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ എന്താ പറയുക, ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയും, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പറയും, ഇങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് TC, where TC is equal to, TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h² divided by 2 pi mkt n by v raised to 2/3 into 1/2.612 raised to 3/2. This temperature is known as a critical temperature. Okay, so if T is less than critical temperature, if T is less than TC, critical temperature താഴെയാണെങ്കിൽ എന്ത് നടക്കും, നമുക്ക് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കും. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കും. സോ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കാനുള്ള ടെമ്പറേച്ചറിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ടിയുടെ വാല്യൂ TC-നെക്കാളും, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും എന്തായിരിക്കണം, ലെസ് ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ച് പറയുകയാണെങ്കിൽ NE-max-നെക്കാളും കൂടുതലായിരിക്കണം എന്ത്, NE-ന്റെ വാല്യൂ NE-max-നെക്കാളും കൂടുമ്പോഴാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കുക. ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് T ഈസ് ലെസ് ദാൻ TC, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും താഴെ വരികയാണെങ്കിൽ, ടെമ്പറേച്ചർ താഴെ വരികയാണെങ്കിൽ എന്ത് നടക്കും, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കും. ഓക്കെ, ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ TCയുടെ വാല്യൂയിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. TC ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/m ആണ്, അല്ലെ. പാർട്ടിക്കിളുടെ സൈസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ നമ്പർ ഡെൻസിറ്റിനെ, ഇത് n/v എന്ന് പറഞ്ഞ നമ്പർ ഡെൻസിറ്റി ആണല്ലോ. N-നെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n raised to 2/3 ആണ്. ഓക്കെ, ഈ രണ്ട് പോയിന്റും കൂടി എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, now if T is less than TC, TC-നെക്കാളും ലെസ് ആവുമ്പോഴാണ് എന്ത് നടക്കുന്നത്, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ നടക്കുന്നത്. ടിയുടെ വാല്യൂ TC-നെക്കാളും കുറവാണെങ്കിൽ നമ്മളെ സിസ്റ്റത്തിന് രണ്ട് ഫേസ് ഉണ്ടാവും. അപ്പോൾ ടിയുടെ വാല്യൂ TC-നെക്കാളും കുറവാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് if T is less than TC, then our system has, നമ്മളെ സിസ്റ്റത്തിനായിരിക്കും, it has two phases, അതിന് രണ്ട് phases ആണ് ഉണ്ടാവുക. ഓക്കെ, രണ്ട് phases ആണ് ഉണ്ടാവുക. ആദ്യത്തെ phase പറഞ്ഞു കഴിഞ്ഞാൽ it is a normal phase. ഓക്കെ, അതിനൊരു നോർമൽ phase ആയിരിക്കും. നോർമൽ phase പറഞ്ഞു കഴിഞ്ഞാൽ it consists of NE number of particles which is distributed over NE. അതായത് എക്സൈറ്റഡ് ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള NE number of particles. ഓക്കെ, അതിനാണ് എന്ത് വിളിക്കുക, നോർമൽ phase പറയുക. ഓക്കെ, so it consists of NE number of particles in excited state. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും, നമ്മളെ NE number of particles ഉണ്ടായിരിക്കും. അതിനാണ് എന്ത് വിളിക്കുക, നമ്മൾ നോർമൽ phase പറയുക. And we also have a condensed phase. Okay, we also have a condensed phase. നമുക്ക് condensed phase എന്തായിരിക്കും, condensed phase consists of N0 number of particles in ground state. ഓക്കെ, അപ്പോൾ നമ്മളെ സിസ്റ്റം രണ്ട് ഫേസ് ആണ് ഉണ്ടാവുക. T less than TC ആവുമ്പോൾ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ താഴെ നമ്മൾ ടെമ്പറേച്ചർ എത്തുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് രണ്ട് ഫേസസ് ആണ് ഉണ്ടാവുക. ഒരു നോർമൽ ഫേസ് ഉണ്ടായിരിക്കും. നോർമൽ ഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ NE number of particles-നെ എക്സൈറ്റഡ് ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു കണ്ടൻസ്ഡ് ഫേസ് ഉണ്ടായിരിക്കും. കണ്ടൻസ്ഡ് ഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ ആണ്. അതായത് N0 number of particles-നെ എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിനാണ് എന്ത് വിളിക്കുക, നമ്മൾ കണ്ടൻസ്ഡ് ഫേസ് എന്ന് വിളിക്കുക. ഓക്കെ, നൗ നമുക്ക് ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് NE-യുടെ ഇക്വേഷൻ. N is equal to V by lambda cube into 2.612. ഓക്കെ, നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ്. N is equal to V by lambda cube 2.612. ലാംഡ ക്യൂബിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ V by ലാംഡ ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ h cube by 2 pi mkt raised to 3/2 ആണ്. സോ h cube താഴത്ത് വരും, 2 pi mkt raised to 3/2 മുകളിൽ വന്നു into 2.612. ഓക്കെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതണം, V by h cube into 2 pi mk raised to 3/2 into 2.612 into നമ്മളെ T-നെ മാത്രം പുറത്തേക്ക് എടുത്ത് എഴുതിയാണ്, T raised to 3/2.
Okay, t raised to 3 by 2. Okay, therefore number of excited particles n is equal to v by h cube into 2 pi mk raised to 3 by 2 into 2.612 into 2.612 into t raised to 3 by 2. T raised to 3 by 2 ന്റെ വാല്യൂ നമുക്ക് ആക്ച്വലി അറിയാം. t raised to 3 by 2 ന്റെ വാല്യൂ നമുക്കറിയാം. n by v into h cube by 2 pi mk t raised to 3 by 2 2.612 ആണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇതൊരു n h ക്യൂബ് ഡിവൈഡഡ് ബൈ v പിന്നെ ഒരു 2 pi mk raised to 3 by 2 ഉണ്ട്. 2 pi mk raised to 3 by 2 ഉണ്ട്. പിന്നൊരു പിന്നെന്തായിരുന്നത് പിന്നില്ല പിന്നെ 1 by വരുന്നത് പിന്നെ 1 by 2.612 വരുന്നുണ്ട്. ഓക്കെ, ഒരു 1 by 2.612 അതല്ലേ t raised to 3 by 2 വരുന്നത് അല്ലേ? ഇതാണ് t raised to 3 by 2 വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആവശ്യത്തിന് വെട്ടിക്കളയാം. സോ 2.612 വെട്ടിപ്പോയി, 2.612 പോയി. 2 pi mk raised to 3 by 2 2 pi mk raised to 3 by 2 v ക്യാൻസൽ ചെയ്ത് പോയി. h ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, h ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ വരുന്നത്? ബാക്കി വരുന്നത് 2 pi mk t raised to 3 by 2 മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ n മാത്രമേ വരുന്നുള്ളൂ. മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, സോ ഓക്കെ, സോ നമുക്ക് n കിട്ടിയത് ഇപ്പോൾ v by h cube 2 pi mk raised to 3 by 2 2.612 into t raised to 3 by 2. Okay, now what is critical temperature? Critical temperature ന്റെ വാല്യൂ വരുന്നത് h square by 2 pi mkt is equal to h square by 2 pi mk h square by 2 pi mk t ഉണ്ട്. t ഇല്ലോ square by 2 pi mk square by 2 pi mk into n by v raised to 2 by 3 into 1 by 2.612 raised to 2 by 3. ഇതാണ് നമ്മുടെ tc യുടെ വാല്യൂ അല്ലേ? tc raised to 3 by 2 എന്താവും? tc raised to 3 by 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ ഇവിടെ 3 by 2 h ക്യൂബ് വരും. സോ h ക്യൂബ് ബൈ 2 pi mk raised to 3 by 2 into n by v raised to 3 by 2 ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോയി. ആൻഡ് ഇതിലും ഇത് ക്യാൻസൽ ആയി പോയി, പവർ ക്യാൻസൽ ആയി പോയി. സോ 1 by 2.612. ഓക്കെ, now compare these two equations. ഇവിടെ h ക്യൂബ് ഉണ്ട്, 2 pi mk raised to 3 by 2 ഉണ്ട്, v ഉണ്ട്, പിന്നെ 2.612 ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് അതിനെ മാറ്റി എഴുതാം. സോ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഇക്വേഷനെ v ഉണ്ട്, പിന്നെ 2 pi mk raised to 3 by 2 divided by h cube into 2.612. ഓക്കെ, ഒന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ. ഓക്കെ, സോ ഇത് നോക്കുക, ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ തല തിരിച്ചിട്ട പോലെയാണ് അല്ലെ? tc raised to 3 by 2 തല തിരിച്ചിട്ട പോലെയാണ്. പക്ഷെ ഒരു n-ന്റെ കുറവുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലും n ആയിട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ എന്ത് കിട്ടും? ne by n is equal to v by n 2 pi mk raised to 3 by 2 divided by h cube into 2.612. ഓക്കെ, പിന്നെ ഇവിടെ t raised to 3 by 2 ഉണ്ട്. t raised to
3/2 ഉണ്ട്, ഇവിടെ ഒരു T⁻³ ഉണ്ട്. ഓക്കെ, സോ ഇതില് h³/2πmkt into n/v into 1/2.612 എന്താണ് Tc⁻³ ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് T⁻³ divided by Tc⁻³, okay, which is Ne/n. നമുക്ക് എന്ത് കിട്ടും? Ne/n കിട്ടും. ഓക്കെ, സോ Tcക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമ്മൾ നേരത്തെ എഴുതി വെട്ടിക്കളയ ചെയ്തത് അങ്ങനെയല്ലോ. Tcക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, സോ therefore Ne/n is equal to T/Tc raised to 3/2. T/Tc raised to എന്ത് കിട്ടും? 3/2 കിട്ടും. Okay, T/Tc raised to 3/2 കിട്ടും. Okay, now n0 എന്തായിരുന്നു? n0 പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരുന്നു. n0 is equal to അതായത് n0 is equal to n minus ne അല്ലേ? n minus ne ആണ്. സോ n minus ne വരും. ഓക്കെ, n minus ne ആണ് എന്ത് n0 പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ് വിൽ ബി equal to n minus ne കിട്ടാൻ എന്ത് ചെയ്യാൻ? n പുറത്തേക്ക് എടുത്താൽ മതി. സോ n into T/Tc raised to 3/2. ഓക്കെ, സോ n കോമൺ ആണ്, n പുറത്തേക്ക് എടുക്കാം. സോ n into 1 minus T/Tc raised to 3/2. ഓക്കെ, സോ നമുക്ക് ഇത് കിട്ടി, n0ന്റെ ഇക്വേഷൻ കിട്ടി. n പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ n0/n കിട്ടും. ഓക്കെ, സോ n0/n കിട്ടി, which is equal to എന്ത് കിട്ടും? 1 minus T/Tc raised to 3/2 കിട്ടും. ഓക്കെ, സോ നമുക്ക് Ne/n കിട്ടി, അതേപോലെ തന്നെ എന്ത് കിട്ടി? n0/n കിട്ടി. ഓക്കെ, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എക്സൈറ്റഡ് ലെവൽ വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടി. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഗ്രൗണ്ട് ലെവൽ വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എന്ത് കിട്ടി? നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, പ്ലോട്ട് എ ഗ്രാഫ്, നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ട് ആക്സിസ് വിചാരിക്കാം. These are our two axes, രണ്ട് ആക്സിസ്. ഓക്കെ, നൗ ഇവിടെ x ആക്സിസിൽ വരുന്നത് this is T/Tc വരുന്നത്. നൗ റൈറ്റ് സൈഡിൽ നമ്മൾ y ആക്സിസിൽ വരുന്നത് നമുക്ക് രണ്ട് സാധനങ്ങളാണ് വരുന്നത്. ഒന്ന് Ne/n വരുന്നുണ്ട്, അതേപോലെ തന്നെ n0/n വരുന്നുണ്ട്. Ne/n വരുന്നത്, n0/n വരുന്നത്. നമുക്ക് രണ്ട് ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യാം ആക്ച്വലി. സോ ചുവപ്പ് എടുക്കാം. ഓക്കെ, സോ ഒരെണ്ണം ഇങ്ങനെ വരും, ഇവിടെ തട്ടി പിന്നെ ഓക്കെ, ഒരെണ്ണം എങ്ങനെ വരും? ഗ്രീൻ എടുക്കുകയാണെങ്കിൽ 0 എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. 0 ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് ആ പോയിന്റിൽ എത്തുമ്പോൾ എന്തായിട്ട് പോകും? അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഓക്കെ, നൗ ഇതില് ഈ റെഡ് ഗ്രാഫ് ഡിനോട്ട് ചെയ്യണത് ദാറ്റ് ഈസ് n0/n ഉം, ആൻഡ് ഈ ഗ്രീൻ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് Ne/n ആണ്. ഓക്കെ, Ne/n ആണ്. ഇത് രണ്ടും ഈ പോയിന്റ്, ഈ ഒറ്റ പോയിന്റ്, ഈ രണ്ട് പോയിന്റും സെയിം പോയിന്റ് ആണ്. ദിസ് പോയിന്റ് ഈസ് T is equal to Tc. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് എന്ത് ഉണ്ടാവുന്നത്? അത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പച്ച ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ Ne/n ഉം, ഈ ചുവപ്പ് ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് n0/n ആണ് വരുന്നത്. ഓക്കെ, ഗ്രാഫ് എന്താണ് ആക്ച്വലി കാണിക്കുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും താഴെയാണെങ്കിൽ, ഓക്കെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും താഴെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ നമുക്ക് ബോസൈൻസിൻ കണ്ടൻസേഷൻ ആണ്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ഗ്രൗണ്ട് ലെവൽ എന്ത് ചെയ്യും? വല്ലാണ്ട് കൂടും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എക്സൈറ്റഡ് ലെവൽ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അതാണ് Tനെക്കാളും ടെമ്പറേച്ചർ ലെസ് കുറവാകുമ്പോൾ സംഭവിക്കുന്നത്. n0ന്റെ വാല്യൂ വല്ലാണ്ട് കൂടുതൽ. ഓക്കെ, ടെമ്പറേച്ചർ കുറയും തോറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും താഴെ വരുമ്പോൾ സംഭവിക്കുക ബോസൈൻസ് കണ്ടൻസേഷൻ ആണ്. n0ന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. സോ അതുകൊണ്ടാണ് n0ന്റെ വാല്യൂ കൂടി പോകുന്നതും എക്സൈറ്റഡ് ലെവലിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നത്. ഓക്കെ, T is equal to 0 ആകുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, എക്സൈറ്റഡ് ഒറ്റ പാർട്ടിക്കിൾ ഉണ്ടാവില്ല, ഗ്രൗണ്ട് ലെവലിലായിരിക്കും ഉണ്ടാവുക എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടാവുക. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർക്ക് എത്തി. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കാം പിന്നെ എക്സൈറ്റഡ് ലെവലിലെ മാത്രമേ ഉണ്ടാവുള്ളൂ പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ.
ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ താഴെയാണ് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ ഉണ്ടാവുക. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിൽ എന്തുണ്ടാവുക നോർമൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിൽ നമുക്ക് നമ്മൾ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അവിടെ N0ന്റെ ഗ്രാഫ് എന്തായിട്ട് പോവാണ്, 0 ആയിട്ട് പോവാണ്. പക്ഷെ N-ന്റെ ഗ്രാഫ് എന്തായിട്ട് പോകും, കോൺസ്റ്റന്റ് ആയിട്ട് മുകളിലെത്തുന്നുണ്ട്. അതായത് Ne മാത്രം, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എക്സൈറ്റഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഗ്രൗണ്ട് ലെവലിൽ എന്തുണ്ടാവില്ല, പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല. ഓക്കെ, ആ പോയിന്റ് ആണ് ഇവിടെ നിന്ന് കിട്ടേണ്ടത്. അപ്പോൾ T is equal to TC ആവുമ്പോൾ അല്ലെങ്കിൽ T greater than TC ആവുമ്പോൾ എന്ത് സംഭവിക്കുക, എക്സൈറ്റഡ് ലെവൽ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രൗണ്ട് ലെവൽ 0 ആയിരിക്കും. T less than TC ആണ്, T less than TC ആണെങ്കിൽ എന്ത് ചെയ്യും, N0ന്റെ വാല്യൂ, അതായത് ഗ്രൗണ്ട് ലെവലിലുള്ള പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, കാരണം ബോസ് കണ്ടൻസേഷൻ ആണ്. ആൻഡ് എക്സൈറ്റഡ് ലെവലിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ആൻഡ് T is equal to 0 ആകുമ്പോൾ എന്ത് ചെയ്യും, അത് T is equal to 0 ആകുമ്പോൾ അതെന്താവും, അത് നമ്പർ ഓഫ് എക്സൈറ്റഡ് എന്തായിരിക്കും, 0 ആയിട്ട് വരും. ഓക്കെ, സോ ഇവിടെ ഒരു മിക്സഡ് സ്റ്റേറ്റും ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതാണ് എന്ത് വരുന്നത്, ഈ ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫും ബോസ് കണ്ടൻസേഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ബോസ് കണ്ടൻസേഷനിൽ വരുന്നത്. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ജസ്റ്റ് ഭയങ്കരമായ ഡെറിവേഷൻ ഒന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യുക, കൺസെപ്റ്റ് മനസ്സിലാക്കാം. Nemaxന്റെ വാല്യൂ, N-ന്റെ വാല്യൂ, പിന്നെ ഏത് ടെമ്പറേച്ചറിലാണ് സംഭവിക്കുന്നത്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ആ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ബോസ് കണ്ടൻസേഷൻ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.